അപ്പൊ ശരി. ആനിയല്ലേ? അതെ. ആരാന്ന് മനസ്സിലായില്ല. അത് മോശമായി പോയി. എനിക്ക് ആനി എത്ര പെട്ടെന്നാ മനസ്സിലായത്? ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാനിപ്പോഴാ ആനിയെ കാണുന്നേ. എന്നിട്ട് അങ്ങനെ എനിക്ക് മനസ്സിലായി? വല്യമ്മച്ചി എന്തിയേ? ജോണിച്ചയ, അത് ശരി, രണ്ടാളും കയറി പരിചയപ്പെട്ടോ? ആള് ഞെട്ടിയിരിക്കേ. ഒരു മുഖപരിചയം ഇല്ലാത്തവൻ കയറി വന്ന് ആനില്ലൂന്ന് ചോദിച്ചാ പിന്നെ ഇച്ചായൻ ആരാന്ന് പറയാതെയോ? അതെ ചേച്ചി. അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും? എങ്കിൽ ഞാനിതാ പരിചയപ്പെടുത്തുന്നു, ഇതാണ് എന്റെ സാക്ഷാത് ജോണിച്ചായൻ. അല്ല, ഇച്ചായൻ മൈസൂരിൽ നിന്ന് വരുന്ന വഴിയാ? അതെ അതെ, വഴിയിൽ എന്നാ മണ്ണും പൊടിയാ. ഒന്ന് കുളിക്കണല്ലോടി. അതിനെന്നാ, ഇച്ചായൻ വന്ന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്. എങ്കി പിന്നെ കുളി കഴിഞ്ഞിട്ട് കാണാം. എടാവേ, കോഴി തികയില്ല. ഞാൻ പോയി 3-4 കൂടെ കൊണ്ടുവന്നാലോ? ഇപ്പോഴോ? വേണ്ട ചേ, തികയും. എടാ, ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ ജോണി. ഇച്ചിരി ഇവിടെ കോഴി ഇറച്ചിങ് ഇടന്ന് പറഞ്ഞാ ഇല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. ഇച്ചായൻ ഒന്നിങ്ങ് വന്നേ. എന്നെയാന്നോ? അല്ല, ജോണിച്ചായൻ വിളിക്കുന്നു, എന്നതോ പറയാനുണ്ടെന്ന്. രഹസ്യം വന്നോടി. അങ്ങനെയൊന്നുമില്ല. രൂപ ഒത്തിരി ഉണ്ടല്ലോടാ. അപ്പച്ചനോട് പറഞ്ഞ് ജോണിച്ചായൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എന്നാത്തിനാ? എത്ര നാളങ്ങനെ വാടി വെട്ടി കഴിയുന്നേ? സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കണ്ടായോ? അതുള്ളതാ. ഇതിപ്പോ 50,000 ഉണ്ട്. ഇതിന് പാതി കാശ് ജോണിച്ചായന്റെയാ. ആന്നോ? ജോണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാന്നല്ലോടാ. അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരിവിടെ കാശില്ലാതെ കിടന്ന് പെടാപ്പാട് പെടുകയായിരുന്നു. നല്ല സമയത്താണ് നീ കാശുമായിട്ട് വന്നത്. നാളെ കാലത്ത് തന്നെ ഇച്ചാനും മടങ്ങി പോണോന്ന്. അതെന്നാ ഇടപാടാടാവേ? 3-4 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ, ചന്ദ്രോത്സവം. അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി. അയ്യോ, ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ആന്നോ? എന്നാ നിൽക്കണ്ട, ഇപ്പോഴത്തെ പണിക്കാരല്ലയോ, കട്ട് മുടിക്കും. നമ്മുടെ കോഴി എന്തായി? നീ നല്ല ആളാ. എടാ, കാശെടുത്ത്. കുഞ്ഞുകുട്ടിച്ചായോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൂട്ടുകാരൻ പണി പറ്റിച്ചു, 2 പേരെയും കാണാനില്ല. ആരെ? ചാണ്ടിയും മൈക്കിളിന്റെ ഭാര്യ മേരിയും ഉത്സവ സ്ഥലത്ത് മുങ്ങി. ഇത് എന്നതാ ചേട്ടത്തി കേൾക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ കുഞ്ഞുട്ടി. ഉത്സവം കഴിഞ്ഞ് സോനുവിനെയും കൂട്ടി പോരാൻ നേരത്ത് ഞങ്ങൾ മേരിയെ തിരക്കിയതാ, കണ്ടില്ല. അവള് നേരത്തെ മൈക്കിളിന്റെ ഉടഞ്ഞ് പോന്നുകാണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോ അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് സോനു ഒരേ കരച്ചില്. പിന്നെ അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ആ ചാണ്ടിയും കാണാനില്ലെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ ഉണ്മയെ சொல்ல போது யாரும் நம்பல. ஆனிக்கிட்ட கேளு. நான் அன்னைக்கே சொல்லலையாமா? മൈക്കിൾ അവിടെ? ഇങ്ങനെ ഒരു സംഭവം നടന്ന അവരെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നത്? ഞങ്ങൾ വാതിലിൽ കുറെ തട്ടി നോക്കിയാ. ഇല്ല, ചാണ്ടി ഒരിക്കലും ഇങ്ങനൊരു ചെറ്റത്തരം കാണിക്കില്ല. அப்ப நீ தானா மேரியை கடத்தி கொண்டு போனது? என் மேல சாடி கேட்டு என்ன பிரயோஜனம்? குஞ்சுக்குட்டி, உனக்கு ஒரு விஷயம் தெரியுமா? இந்த ஏற்பாடு ஸ்டார்ட் பண்ணிட்டு ரொம்ப நாளாச்சு. நான் என் கண்ணாலே பார்த்தேன், மருது அவன் கண்ணாலே பார்த்தேன். அப்படி எத்தனை பேர் பார்த்தாச்சு? எனக்கு சந்தேகமே கிடையாது. மேரியை கடத்தி கொண்டு போனது அந்த சாண்டிதா. அது உண்மை, உண்மை, உண்மை. അനി, അവിടെ നിൽക്ക്. അനി, അവിടെ നിൽക്കാൻ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനുവേണ്ടിയാ നിന്നത്രയ്ക്ക് ഞാൻ പള്ളി വന്നു. അതിന് തന്നെ ഇപ്പൊ ഇവിടെയും വന്നു. ചാണ്ടി ചതിയനാ, തെമ്മാടിയാ, നെറികെട്ടവനാ. പക്ഷേ നിന്നോട് ഞാൻ എന്ത് നെറികേടാ കാണിച്ചത്? കുഞ്ഞുകുട്ടിച്ചായൻ പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു എന്ന്. അതെപ്പോഴാ, എങ്ങനാ, എവിടെ വെച്ചാ? എന്നെ ആരെങ്കിലും ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനി, ഒരുപാടടുത്ത് തിരക്കി, ഒന്ന് നേരിൽ കാണാൻ. മൈക്കിളിന്റെ ശവടക്കിന് വന്നു പോയി എന്നറിഞ്ഞപ്പോ വലിയ നിരാശയായിരുന്നു. കാണാനൊത്തില്ലല്ലോ എന്നോർത്ത്. എവിടാ അവള്?
കെട്ടുവനെയും മോനെയും കളഞ്ഞേച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ആ നാണം കെട്ട കൂത്തിച്ച് എവിടെയാ ചോദിച്ചത്? ജോണി, ജോണി, നീ നല്ലവനാ. നീ നിന്റെ പെങ്ങളെ സ്നേഹിച്ചവനാ, അവളുടെ കുടുംബത്തെ സ്നേഹിച്ചവനാ. എന്നെ നീ തല്ലിക്കുന്ന നീ ചുമ്മാ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു വിധി നിനക്കുണ്ടാകരുത്. എനിക്ക് ജയിലിൽ പോകുന്നതാ ഇഷ്ടം. വേണ്ടെന്നാ പറഞ്ഞ ചാണ്ടി അരുത്. നീ എന്നെ തല്ലിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ കുഞ്ഞേർക്കന്റെ മകൻ സോനു എന്നെ തല്ലില്ലേടാ. പക്ഷേ അവൻ തല്ലിയപ്പോ എന്റെ നെഞ്ചാ നേറിയത്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും. ആരും എന്നെ വിശ്വസിക്കല. എന്തെങ്കിലും വിശ്വസിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ സത്യം മോൻ അറിയണം. മഞ്ഞൾ മണം പൂതി വരും. എന്റെ കോരസാർ മരിച്ചുപോയടി. ഇന്ന് കാലത്ത് നാട്ടിൽ നിന്ന് ഇപ്പഴാ ഒരാൾ വന്ന് വിവരം പറയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മേരി. ഞാൻ ഉടനെ പോവുക. കുഞ്ഞെടുക്കനെ ഉടനെ. നീ എല്ലാം അവനോട് പറഞ്ഞാച്ചാ മതി. വെളുക്കും മുമ്പ് എനിക്ക് അങ്ങ് എത്തണം. ഞാൻ പോവുക. കോരസാർ മരിച്ചതിന്റെ സങ്കടവും വിഷമവും ചില്ലറയൊന്നും അല്ലായിരുന്നു. ശവോടൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പോയി. ഞാൻ പാർട്ടി ഓഫീസിൽ തളർന്നു കിടന്നുറങ്ങുമായിരുന്നു. കുഞ്ഞേർക്കണം, നീ എന്നടാ ഈ നേരത്ത്? എടാ എന്നാടാ? എടാ എന്നാ പറ്റിയെന്ന്? എടാ എന്നാന്നാ ചോദിച്ചേ? നീ രാത്രി ഇങ്ങോട്ട് വന്നേ? മോനും വല്ല അസുഖം ഉണ്ടായോ? അല്ലെ കൃഷിസ്ഥലത്ത് വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഒന്നും സ്നേഹം കിട്ടാനില്ല. ഒരു യോഗ്യത എനിക്കില്ല. എടാ നീ ഒന്ന് മനസ്സിലാവുന്ന ഭാഷ പറ. ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കർത്താവ് എനിക്ക് തന്നു. സ്നേഹമുള്ള ഒരു വാക്ക് ഞാൻ കേട്ടില്ല. അവരെ ഞാൻ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. എടാ എന്നതാടാ നീ പറയുന്നേ? എന്നതാ എന്നാ 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 ഉണ്ടായി പറ. ചീട്ട് പോണേ. അത് തന്നെ ഞാനും പറഞ്ഞ ചീട്ടറാ. എനിക്കും ചീട്ടട്. കടം പറഞ്ഞോളെ കളി നിർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ കാശ് ഇവിടെ അടിച്ചെടുത്തേച്ചും മറ്റേ ചീട്ടറാ. സൗകര്യമില്ല. ഇല്ല. എടോ മാഷേ, തന്റെ കാശ് ഞങ്ങൾ ആരും അടിച്ചെടുത്തിട്ടില്ല. താൻ കളി തോറ്റപ്പോ കാശ് പോയി. ചുമ്മാ കടന്ന് വെള്ളം വെക്കാതെ ഞാൻ സ്ഥലം വിടാൻ നോക്ക്. ഈ മൈക്കലിനൊരുത്തിന്റെ ഓശാരൊന്നും വേണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ കട ഞാൻ വീട്ടിലേക്കൂടാ. എന്നാ താനിപ്പോ പോ. നാളെ നേരം വെളുക്കുമ്പോ വന്ന് കളിച്ചാ മതി. അല്ലേ? അങ്ങനെ എനിക്ക് ചീട്ടിടാണ്ട് ഇവിടെ ഒരുത്തരം കളിക്കണ്ടാ പന്നി. എന്റെ കാശ് മുഴുവൻ കള്ളക്കളി കളിച്ച് തട്ടിയെടുത്ത് എന്നെ കളിപ്പിക്കലെന്ന് നിന്നോടൊന്ന് ദൈവം പൊറുക്കണ പട്ടി. കളി എന്നെ പഠിപ്പിക്കടാ.
എനിക്ക് പുല്ലാടാ കാശ്, പുല്ല് കാണിച്ചു തരാടാ നിന്നെ ഞാൻ. ഭാവി നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അവന്മാരെന്നെ ചതിച്ചാടി. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞ ഓരോരോ വേണ്ടാതിനങ്ങൾ കാണിച്ചു എത്ര പറഞ്ഞാൽ ഇറ്റാനും മനസ്സിലാവുകയല്ലെന്ന് വെച്ചാ. എന്നാ നീ പറയുന്നേ? അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റുകയല്ല. എന്റെ കാശ് പോയെങ്കിൽ നന്നായി പോയി. ആരെങ്കിലും നിർബന്ധിച്ച കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും ബോധമില്ലാതെ ചീട്ട് കളിച്ച കാശ് പോവും. നീ പറഞ്ഞത് നേരാ, കാശ് വരും പോവും. എന്നാലും നമ്മൾ വീട് പണിയാൻ വെച്ച കാശ് പോയല്ലോ നോക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റി. എന്നതാ പറഞ്ഞേ? എന്നതാ പറഞ്ഞെന്ന്? കാശ് വരുമ്പോ അതാ ജീവിതം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചാണ്ടിച്ചായനോട് കമ ഒരു ലക്ഷം മിണ്ടരുത്. ഞാൻ ചാണ്ടിച്ചായനോട് പറയും. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. എനിക്കത് വയ്യ. പോലീസാർ മരിച്ചിട്ട് ചാണ്ടിച്ചായൻ പോയേക്കുവാ. തിരിച്ചു വന്നാലുടൻ ഒരു തീർപ്പുണ്ടാക്കി വെക്കൂ. പോലീസാറ് മരിച്ചോ? ചാണ്ടിച്ചായൻ എപ്പോ പോയി? എന്നോട് സംസാരിക്കണ്ട. ജോണിച്ചായൻ മൈസൂരിൽ കിടന്ന് ചോര നീരൊക്കെ കൊണ്ടുവന്ന കാശ. സ്ഥലം വാങ്ങാനുള്ള കാശിന് പുറമെയാ അപ്പച്ച 25,000 വേറെ കൊടുത്തയച്ചത്. അവര് കാശുകാരായതുകൊണ്ട് കാശ് കൊടുത്തയച്ചു. പിന്നെ അതിനിപ്പോ ഇത്ര കണക്ക് പറയാൻ തിരിക്കുന്നു. ജോണിയുടെ പെങ്ങക്ക് കാശ് കൊടുത്തു. നിന്റെ അപ്പൻ അയാളുടെ മോൾക്ക് കാശ് കൊടുത്തു. എനിക്കല്ലല്ലോ തന്ന്. ആണോ? അങ്ങനെയാണോ വിചാരിക്കുന്നത്? എങ്കിൽ പിന്നെ ആ കാശ് കൊണ്ട് ചീട്ട് കളിച്ച് കളയാൻ ഇച്ചാൻ എന്തും അവകാശം? ഞാൻ കൊണ്ടുപോയി എന്റെ ഭാര്യയുടെ കാശാടി. അവൾക്കത് ആര് കൊടുത്തുന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഇല്ല കാര്യമില്ലേ? ഇച്ചാന്റെ ഭാര്യ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും അത് എവിടുന്നാ കിട്ടിയെന്ന് ഇച്ചാൻ ചോദിക്കല്ലേ? നീ പറഞ്ഞ എന്നെ ഉദ്ദേശത്തിലാടി. നീ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും ഞാൻ ചോദിക്കായിരുന്നോ? എങ്ങനെയൊക്കെ നീ കാശ് കൊണ്ടുവരും? പറയടി, പറയടി, പറയേ. അവിടെ ഇപ്പോ പരന്നിരിക്കുന്ന കഥ വേറെ. കോരസാറ് മരിച്ചിട്ട് ചായം പോയെന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ. മേരി ചായനും ഒടിച്ചു പോയതാണെന്ന്. സോനുമോന്റെ മുഖത്ത് പോലും നോക്കാനൊക്കാതായി. അവനോട് ഞാനിതെങ്ങനെ പറയും? ഇച്ചായ, എന്റെ മോന് ഇച്ചായ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവനെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് വലിയ ആളാക്കണം. ഉണ്ടായ കാര്യങ്ങൾ എനിക്ക് പോലീസിൽ പറയണം. ഞാൻ മനഃപൂർവ്വം കൊന്നതാണോ, അബദ്ധത്തിൽ പറ്റിയതാണോ ഒക്കെ ഇനി അവരല്ലേ തീരുമാനിക്കേണ്ടത്. മേരി പോയി. അവൻ ജയിലിലും ആവുമെന്ന് മനസ്സിലായപ്പോ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ലായിരുന്നു. നീ ആരോടൊന്നും പറയാൻ വേണ്ട, ഓരോരുത്തോട്ടും പോകാൻ വേണ്ട. അതുകൊണ്ടൊന്നും മരിച്ചവർ തിരിച്ചു വരാൻ പോണില്ല. സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. ഇനിയുള്ള നിന്റെ മോന, അവന്റെ ഭാവിയാ. ഒരിക്കലും അപ്പച്ചനോളം വരികയല്ല വല്യപ്പച്ചൻ.
ആ, നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ കഥയാ ശരി. മേരി മരിച്ചിട്ടില്ല. ചാണ്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. മേരിയുടെ ശവശരീരം കണ്ടു കിട്ടാത്തടത്തോളം കാലം ആരും ഒന്നും അറിയാൻ പോണില്ല. ആളുകളുടെ കണ്ണിപ്പെടാൻ ഞാൻ എവിടെയെങ്കിലും കഴിഞ്ഞാൽ മതിയല്ലോ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കാം. ഭർത്താവ് നമുക്ക് വിഷമിക്കാം.